ഫ്രീ ആയിട്ടുണ്ട്, എയർപോർട്ട് ട്രാൻസ്ഫർ ഉണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് യൂസ് ആക്കാം മേലോട്ട്. അപ്പോൾ അവിടെ ജിമ്മിൻ്റെ മെയിൻ്റനൻസ് നടക്കണമുണ്ട്. അവിടെ നിന്ന് കാറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോർട്ട് മുസൈസ് രണ്ടും മേലോട്ടിൻ്റെ ഹോട്ടൽ ഗായ്സ്. അപ്പോൾ ഞങ്ങളിന്ന് തായ്ലാൻഡിലേക്ക് കപ്പിൾസായിട്ട് ട്രിപ്പ് പോകണം. തിരുവോട്ട് തായ്ലാൻഡ് എങ്ങനെ പാക്കേജ് എടുക്കാതെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പറയാൻ പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് തിരൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ 9:20 ട്രെയിനിനാണ് പോകുന്നത്. എന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തി. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അവിടെ കോർട്ടിവാട് ബൈ മാരിയോട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് നാളെ രാവിലെ 7:80 ഫ്ലൈറ്റിന് ആണ് ഞങ്ങളിന്ന് നാളെ രാവിലെ തായ്ലാൻഡിലേക്ക് പോകുന്നത്. അതും ബോംബെ കണക്ഷൻ എടുത്തിട്ടാണ് പോകുന്നത്. തിരുവോട്ട് തായ്ലാൻഡ് സീരീസിൽ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് അതേപോലെ തന്നെ പാക്കേജ് എടുക്കാതെ എങ്ങനെ പോകാമെന്നുള്ളത്, ഒരു കപ്പിൾസായിട്ട് എങ്ങനെ പോകാമെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ എന്തായാലും വരും വീഡിയോസിലും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോസിലും എല്ലാത്തിനും ഞങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട വന്ദേ ഭാരത് ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:20 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ് ഗൈസ്. ഇത് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ്. തിരൂരിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9:20 തിരൂരിൽ നിന്ന് എടുക്കും. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങളുടെ സീറ്റ് നമ്പർ പറയുന്നത് 4ഉം 3ഉം. C3 കമ്പാർട്ട്മെൻറ്റിൽ 4ഉം 3ഉം. അതുപോലെ തന്നെ ഞങ്ങൾ കയറി വന്ന ഉടനെ അവരെന്ത് ചെയ്ത് 2 കുപ്പി വെള്ളം തന്നു. ഒന്നും ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ സ്നാക്കായിട്ട് കിട്ടുന്നത് ചായ അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റിന്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ വിൻഡോ ആണ്. ഞങ്ങളിതിൻ്റെ എന്താ പറയുക, ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം സെയിം ഡയറക്ഷനായിട്ടുള്ള സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ല. ബാക്കിലോട്ട് ഇങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യണതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം AC ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് എക്സിക്യൂട്ടീവ് ചേർക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. അതൊക്കെ നമുക്ക് സീറ്റ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഫുട്റെസ്റ്റ് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ ഓവർ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ മുട്ടുകാൽ ഇതിന് തട്ടാൻ ചാൻസ് ഉണ്ട് ഈ ടയറിന്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ടോയ്ലറ്റ് ടൂറ് കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ്സൊക്കെ അത്യാവശ്യം നീറ്റൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല സ്മെല്ലാണ്. യൂറിൻ്റെ സ്മെല്ലോ അങ്ങനത്തെ ബാഡ് സ്മെല്ലൊന്നും ഇല്ല. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എറണാകുളം സൗത്ത് ട്രെയിൻ ഇറങ്ങി ലുലുവിലേക്ക് പർച്ചേസിന് മെട്രോ കയറാൻ പോവാണ്. Left, then your destination will be on the right. Your destination is on the right. Yes. MV Muhammad Shamil. Coming for the first time? Yeah, first time.
അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന റൂമാണ് 220 കോർട്ടിവാഡ് ബൈ മാരിയോട്ടിലെ 220. നമുക്ക് എന്തായാലും റൂം ടൂർ നടത്താം. ഇൻസേർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഏകദേശം 6,000 അബവ് വൺ ഡേ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. അതെനിക്ക് മാരിയോട്ടിൻ്റെ മെമ്പർഷിപ്പ് വെച്ചിട്ട് ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് കിട്ടിയതാണ്. നോർമലി 8,000 ആണ് ഇതിൻ്റെ റൂമിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഒരു സിൽവർ റേറ്റ് മെമ്പർ ആയതുകൊണ്ട് തന്നെ അപ്ഗ്രേഡേഷൻ തന്നു. പൂൾ വ്യൂ റൂമായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് എന്ത് ചെയ്ത് അപ്ഗ്രേഡേഷൻ തന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആട്ടോ ഹോട്ടല്. വളരെ കാം ആൻഡ് ക്വയറ്റാണ്. നമ്മൾ വന്ന ഉടനെ ഒന്നും ലോബിയിലൊന്നും ഒരു ആൾക്കാരും ഇല്ല. ഭയങ്കര കാമാണ് ഈ ഹോട്ടല്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എയർപോർട്ടിലേക്ക് ലേറ്റ് നൈറ്റ് അതേപോലെ ഏർലി മോർണിംഗ് എയർപോർട്ട് യാത്ര ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോട്ടലിൽ നിന്നാൽ ഏർലി മോർണിംഗ് അവരൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. എയർപോർട്ട് ട്രാൻസ്ഫർ ഉണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അത് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ആക്കാം. ഇനി റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സ്വിച്ചസ് ഒക്കെയാണ്. കർട്ടൺ ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ കാണാം. ഓട്ടോമാറ്റിക്കായിട്ട് കർട്ടൺ ക്ലോസ് ആവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, കർട്ടൺ ഓപ്പൺ ആവും. പിന്നെ അതേപോലെ തന്നെ ഒരു ഓഫീസ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു വലിയ അത്യാവശ്യം സൈസുള്ള 52 ഇഞ്ചസ് എബോവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സൈസുള്ള ഒരു TV ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പില്ലോ ഒക്കെ നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ ആണ്. അതേപോലെ തന്നെ ലിനൻ ആയാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂം. പിന്നെ അതേപോലെ തന്നെ ഒരു റീഡിങ് ലാമ്പ് ഉണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെയുണ്ട് അതേപോലെ തന്നെ ഒരു റീഡിങ് ലാമ്പും. പിന്നെ അതേപോലെ സ്പീക്കർ വിത്ത് ടൈമിങ് അലാമും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ആക്കാം. പിന്നെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്. ടിവിൻ്റെ റിമോട്ട്. പിന്നെ കർട്ടൺ കൺട്രോൾ എന്നുള്ള സിസ്റ്റം ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഓപ്പണും ക്ലോസ് ആക്കാൻ കർട്ടൺ. പിന്നെ മാസ്റ്റർ സ്വിച്ച്, അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെ സ്വിച്ചാണ് ഇതൊക്കെ. പിന്നെ പുറത്തത്തെ വ്യൂ വരുന്നത് പൂൾ വ്യൂ ആണ്. നമുക്ക് ആൾക്കാർ പൂളിൽ കുളിക്കണ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ബാർ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ സൺബാത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ആൾക്കാർക്ക് അവിടെ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. ഓവറോൾ ആണെങ്കിൽ ഒരു റൂം 10/10 ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 10/10 കൊടുക്കാം. റൂമിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഒരുപാട് മാരിയോട്ടിൻ്റെ ഹോട്ടലിൽ നിന്നപ്പോൾ നമുക്ക് സ്പൈഡർ വെബും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മാർക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഓവറോൾ നീറ്റാണ്. ഹൗസ് കീപ്പിംഗ് എന്തായാലും 10/10 ആണ്. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ട്. റിനോവേഷൻ ആയിക്കണേ. ഏകദേശം ചുമര് കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടില്ലേ. ഗസ്റ്റ് ആക്കണത് മിക്കവാറും എന്തായാലും കുറച്ച് ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ചുമരുമുണ്ട്. റിനോവേഷൻ ആയിക്കണം എന്തായാലും ഹോട്ടലിൽ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഹോട്ടലിൻ്റെ ടോയ്ലറ്റ് ടൂർ നടത്താം. ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്. ഒരു ഫുൾ ലെങ്ത് മിറർ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഒരു കബോർഡ് ഉണ്ട്. അതിൽ ഒരു സേഫ് ലോക്കർ, പിന്നെ ഒരു നമ്മളെ ലോണ്ടറി കവറ്, പിന്നെ ഇത് എംറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് കാണാം, ഷൂ പോളിഷും കാര്യങ്ങളും ചപ്പൽസും കാര്യങ്ങളും കാണാം. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് അയൺ ബോക്സ്, അത് അയൺ ബോക്സിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങൾ, ഒരു ബാത്റൂബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇനി ബാത്റൂമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സെയിം, എനിക്കിത് കൊച്ചി മാരിയോട്ട് ഹോട്ടലിൻ്റെ ഏകദേശം സെയിം ആയിട്ട് അത് തോന്നിയത്. സെയിം ഇൻറ്റീരിയർ. ഇവിടെ ബാത്റൂം, ഇവിടെ വാഷ് ഏരിയ, വാഷിങ് ഹാൻഡ് വാഷ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സെയിം. എനിക്ക് കൊച്ചി മാരിയോട്ടിൻ്റെ അതേ ഏകദേശം ടൈലും എൻ്റെ ഒരു അറിവിൽ തന്നെയാണ് കൊച്ചി മാരിയോട്ടിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റിൽ ഒരു ടവൽ വെച്ചിരിക്കണ്. പിന്നെ
ഇതേതാണ് കമ്പനി? ഇഗ്നിസ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഷോവർ ജെല്ല്, ബെർഗമോട്ട് ആൻഡ് ടീ ട്രീ, കെമിരിക്കൻ്റെ കേട്ടോ. എനിക്ക് തോന്നുന്നത് മാരിയോട്ടിൻ്റെ എല്ലാ ബ്രാൻഡും, ഇപ്പോൾ ലെമറഡിനായാലും കൊച്ചി മാരിയോട്ട് ആയാലും ഏത് ബ്രാൻഡായാലും ഇപ്പോൾ കിമിരിക്കൻ്റെ പ്രൊഡക്റ്റാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഒരുപാട് ഹോട്ടലിൽ സ്റ്റേ ആക്കിയപ്പോൾ എനിക്കിപ്പോൾ അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കിമിരിക്കൻ്റെ ഇഗ്നിസ് എന്ന് പറഞ്ഞ വെർഷനിലെ ഷോവർ ജെല്ല്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇഗ്നിസിൻ്റെ കണ്ടീഷണർ, അതേപോലെ തന്നെ ഷാമ്പു, പിന്നെ ഷോവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ചൂടുവെള്ളം അതേപോലെ തന്നെ തണുത്ത വെള്ളം കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ട്. ഇവിടെ ഒരു കിമിരിക്കൻ്റെ ബോഡി ലോഷന് നോക്കണം, ബോഡി ലോഷൻ കിമിരിക്കൻ്റെ. പിന്നെ ടിഷ്യൂ ബോക്സ് അല്ല, അമ്യൂണിറ്റി കിറ്റാണ്, ഡെന്റൽ കിറ്റ്, അതേപോലെ തന്നെ ഷേവിങ് കിറ്റ്. പിന്നെ ഇവിടെ ഉണ്ട് ചൂടുവെള്ളത്തിൻ്റെ അതേപോലെ തന്നെ തണുത്ത വെള്ളത്തിൻ്റെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ടബിലുണ്ട്, ഇവിടെ ചെറിയ 2 ടബിലുണ്ട്. പിന്നെ താഴെ ഒരു വാൾട്ടർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡ്രയർ നമുക്ക് വേണം താഴെ അവിടെ. പിന്നെ ഇവിടെ 2 ഗ്ലാസ് വെച്ചാണ്, ഷോവർ ക്യാപ്പ് ഉണ്ട്, ഒരു കെമിരിക്കൻ്റെ ഒരു സോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ടിഷ്യൂ ബോക്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ടോയ്ലറ്റ് സെയിം തന്നെ, കൊച്ചി മാരിയോട്ടിൻ്റെ സെയിം ഇന്ത്യയിൽ. നമ്മൾ കൊച്ചി മാരിയോട്ട് കണ്ടിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോയ്ലറ്റ് അതേപോലെ തന്നെ ടിഷ്യൂ കാര്യങ്ങളെല്ലാം സെയിം തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂമിൽ ഇരുന്നിട്ട് കുളി കാണാം, അതാണ് ഏറ്റവും വലിയ രസം. നമുക്ക് അതിനുള്ള ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, കാർട്ടൺ ഓപ്പൺ ആയി വരും. അപ്പോൾ എന്ത് ചെയ്യാം, കുളിക്കുന്ന ആൾക്കാർക്ക് റൂമും കാണാം, റൂമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുളിക്കണതും കാണാം. കപ്പിൾസാക്കി വരുമ്പോൾ നടക്കുള്ളൂ ഇങ്ങനത്തെ റൂം എടുക്കല്ലേ. ഫ്രണ്ട്സായി വരുമ്പോൾ നല്ല കോമഡിയാവും. നമുക്ക് കണ്ടില്ലേ, നമ്മൾ ടോയ്ലറ്റ് കറക്റ്റ് ഫുള്ള് ഓപ്പൺ ആയി കേട്ടോ. ഇതിവിടെ ഗ്ലാസ്സാണ്, ഇവിടെ ഗ്ലാസ്സാണ്. എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒറ്റയ്ക്ക് വരികയാണെങ്കിലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുളിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് റൂമിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 3 കുപ്പി വെള്ളം ടോട്ടൽ. അവിടെ ഒരു കുപ്പി നമ്മൾ വെള്ളം കൂടി കണ്ട്, അപ്പോൾ നമുക്ക് 4 കുപ്പി വെള്ളം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതൊന്നും കോംപ്ലിമെൻ്ററി ഇല്ല കേട്ടോ, ഇതെന്താ വൈന. അതേപോലെ തന്നെ ഇതെന്താണ്, ലീസോ പെപ്പിൾസ്, ബനാന ചിപ്സ്, ഇതൊന്നും നമുക്ക് കോംപ്ലിമെൻ്ററി ഇല്ല. ഇതൊക്കെ നല്ല ക്യാഷ് ഉണ്ടാവും, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഏകദേശം കണ്ടില്ലേ, കഴിഞ്ഞിട്ട് ബിയർ 555, റെഡ് വൈൻ 999, അങ്ങനെ ഒരുപാട് ക്യാഷ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. MRP-നെക്കാളും നമ്മുടെ പൈസ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ. ഇവിടെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇതിനുള്ളിൽ ഷുഗേഴ്സ്, ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ, ഇതിനുള്ളിൽ എവരിഡേൻ്റെ മിൽക്ക് പൗഡർ, അതേപോലെ തന്നെ സ്ലീപ്പി ഔൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോഫി, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീസ് കാണാം. ചായപ്പൊടി, ഗ്രീൻ ടീ, അതേപോലെ തന്നെ എന്താ ബ്ലാക്ക് ടീ, അതുപോലെ തന്നെ വേറെ വിൻറ്റേജ് ബ്ലെൻഡ്, അതായത് ആസാം ബ്ലാക്ക് ടീ. 3 ടൈപ്പ് നമുക്ക് ചായപ്പൊടികൾ ഇവിടെ കാണാം. പിന്നെ 2 ടൈപ്പ് ഗ്ലാസ് ഉണ്ട്, ഇത് വൈൻ ഗ്ലാസ് ആവണം, ഇത് നമുക്ക് ചായ അടിക്കാൻ പറ്റിയ ഗ്ലാസ്. പിന്നെ ഐസൊക്കെ നമ്മൾ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും കൊടുത്തുതരും. ഐസ് ബ്ലോക്സ് അതിനിട്ട് വെക്കാൻ ഒരു പാത്രമുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ കെറ്റില്, ഇത് താഴെയാണ് പോകുന്നതിൻ്റെ കണ്ടില്ലേ, താഴത്തേക്ക് അതിൻ്റെ ഇത് പോയിക്കണം വയറ് കാര്യങ്ങളൊക്കെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ റീഫർബിഷ് അയക്കണം എന്ന് വെച്ചാൽ റിനോവേഷൻ ചെയ്യാനയക്കണം ഏകദേശം റൂംസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 8 out of 10 കൊടുക്കാം റൂം നമുക്ക് ടോട്ടലി. കാരണം കുറച്ച് ഡോട്ട്സ് കാര്യങ്ങളൊക്കെ അയക്കണം. ഹൗസ് കീപ്പിങ്ങിൻ്റെ പ്രശ്നമല്ല, ഹോട്ടലിൻ്റെ പഴക്കത്തിൻ്റെ പ്രശ്നമാവാൻ ചാൻസ്. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൺ കാണാം, പിന്നെ പാറ്റേൺ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, താഴത്ത് പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പോയിട്ട് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ റൂമുകളുള്ള വാൾക്ക് വേണം കേട്ടത്. അത്യാവശ്യം നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും, അത്യാവശ്യം നല്ല കാർപ്പറ്റും കാര്യങ്ങളും, എന്താ പറയുക,
നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അതേപോലെ തന്നെ ഇവിടെയാണ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്കൊരു ഫോണുണ്ട്, ലിഫ്റ്റിൻ്റെ ഒരു ഫോണുണ്ട്. അതേപോലെ തന്നെ ഇത് ഒറിജിനൽ തന്നെയാണ്. ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെടിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലിഫ്റ്റിൽ താഴെ പോയേക്കാം. ഏതാണ് ഓപ്പൺ ആവുക? യെസ്, ഇതാണ് ഓപ്പൺ ആവുക. നമുക്ക് ലിഫ്റ്റിൽ ഏകദേശം എല്ലാ ഹോട്ടലിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ലിഫ്റ്റിൽ മിററിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് നമുക്ക് കാണാം. പിന്നെ സ്പാൻ്റെ പിന്നെ മുകളിലും നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഈ എവിടെ സ്ഥലം? കണ്ണൂരല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കാണാൻ ഒരു സ്ട്രക്ചർ കുഴപ്പമില്ലാതെ നല്ലൊരു ബോൾസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് ലോബി ഏരിയ കേട്ടോ. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയറാണ്. എനിക്ക് കുഴപ്പമൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ റിസപ്ഷൻ ഏരിയ അവിടെയാണ്. റിസപ്ഷൻ ഏരിയ അവിടെ കാണാം. ഓവറോൾ 10/10 ആണ്. നമുക്ക് ലോബി കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അവർ ഫാസ്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ടൈം ഞാൻ ഏകദേശം 4ന്റെ ടൈം ആയിക്കണം വൈകുന്നേരം ഇവിടെ ചെക്കിന് വന്നപ്പോൾ. 3:30 ചെക്കിന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിത്തിൻ 5 minutes എനിക്ക് എന്ത് ചെയ്ത് ഹോട്ടലിലേക്ക് വന്നതും ചെക്കിനും കാര്യങ്ങളൊക്കെ അവർ എനിക്ക് തന്നത്. പിന്നെ അതൊരു മോമോ മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ആർട്ട് സ്റ്റോറാണ് തോന്നുന്നുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് അലൗഡ് ആണോ എന്നറിയില്ല, വീഡിയോഗ്രാഫി എന്തായാലും വേണ്ട, നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മോമോ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ കാണാം. മോമോ കഫേ റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരുപാട് ഇവിടെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് എന്ത് ചെയ്യാം, പൂൾ സൈഡ് പോയി നോക്കാം. നമുക്ക് വൈഡായിട്ടുള്ളൊരു പൂൾ നമുക്ക് ഇവിടെ കാണാം. നല്ല വൈഡായിട്ടൊരു പൂളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ റൂം ഏകദേശം ഐ തിങ്ക് ഇതിലേതിലോ ഒന്നാണ്, 1 or 2 ഇതിലേതോ ഒന്നാണ് എൻ്റെ ഒരു അറിവിൽ, ഓർ ദിസ് വൺ. ഈ സൈഡാണ് തോന്നുന്നത് നമ്മളെ റൂം വരുന്നത്. ഇവിടെ നമുക്ക് ചെടി കാര്യങ്ങൾ ഡെക്കറേഷനൊക്കെ കാണാം. ഏകദേശം നോ ഡൈവിങ് 4 feet. ഇവിടെ എല്ലാം നോൺ ഡൈവിങ്ങിൻ്റെ എഴുതി വെച്ചിരിക്കുന്നു, നോ ഡൈവിങ് എന്ന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൂൾ മൊത്തം ചുറ്റി കാണാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇപ്പോൾ എയർപോർട്ടൊക്കെ ആരെങ്കിലൊക്കെ ഏർലി മോർണിംഗ് അതേപോലെ തന്നെ ഒരു ദിവസം ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വിദേശയാത്ര ആർക്കെങ്കിലും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആർക്കെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, സീതാപ്പഴമല്ലേ, അതിൻ്റെ മരത്തിന്മേ ചെറിയൊരു മരമാണ്. അപ്പോൾ തന്നെ ഇതിന്മേ നമുക്ക് കാഴ്ചത് ഇവിടെ കാണാം. പിന്നെ ഇത് തോന്നുന്നത് നാരങ്ങയുടെ മരമാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഹോട്ടലിൽ മൊത്തത്തിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരുപാട് മാവിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ കാണാം. മാവ് അതേപോലെ പൂട്ടതും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. നമ്മുടെ പൂളിൻ്റെ ഈ സൈഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തോന്നുന്ന ബേബി പൂളാണ് തോന്നുന്നത്. ഇവിടെ ഒരു ബേബി പൂൾ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് വിദേശികൾ ഇവിടെ നമുക്ക് സ്റ്റേ ആക്കണ കാണാം. ഇവരൊക്കെ ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആവും. ഇപ്പം ഇന്നലെ കൊച്ചിയിൽ വന്നവരാവും, ഇന്ന് കൊച്ചിയിൽ ഒരു ദിവസം നിന്നിട്ട് നാളെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും
കൺട്രീസിലേക്ക് എന്താവും കണക്ഷൻ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ആവും. ട്രാവൽ ചെയ്യുന്ന അധികം ആൾക്കാരും ജെറ്റ് ലാഗ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും മാക്സിമം ഇതുപോലെ ഹോട്ടലൊക്കെ എടുത്ത് ജസ്റ്റ് റിലാക്സ് ആയിട്ടൊക്കെ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ് എടുക്കുള്ളൂ. പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഹുക്ക സെൻറ്റർ കാണാം. ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ഹുക്ക നമുക്ക് കാണാം. ഫ്രാറ്റല്ലി വിനിയാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഹുക്ക സെൻറ്റർ. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. മകായി പാനി, കിവി ബ്ലാസ്റ്റ്, അതേപോലെ തന്നെ എനിക്കറിയില്ല, ഒരുപാട് ഫ്ലേവേഴ്സ് ഇപ്പം നമുക്ക് ഇവിടെ കാണാം. എന്തായാലും ഓക്കെ, താങ്ക് യു. മാവ് തൈയാണ്. ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാഴ്ചകൾ കാണാം. ഒരുപാട് മാവുണ്ട്. 1, 2, 3, 4. അവിടെ നമ്മൾ വേറെ ഒരു കുറേ മാവ് കണ്ട്. ഇതൊക്കെ എത്ര ചെറുപ്പത്തിൽ തന്നെ കായ്ക്കണ മാവാകും ചിലപ്പോൾ. എന്തായാലും ഓവറോൾ അടിപൊളിയാണ് ഹോട്ടല്. ഇഷ്ടമായി. ഓവർ റേറ്റും ഇല്ല, അത്യാവശ്യം നല്ല കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ഹോട്ടലാണ്. എല്ലാ സർവീസും കാര്യങ്ങളും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ ബാക്ക് ടു ലോബിയിലേക്ക് തിരിച്ച് വന്നാൽ അപ്പോൾ ഞാൻ റൂം കീ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മൊബൈൽ കീ ഓണാക്കാൻ പറഞ്ഞാൽ 2 മിനിറ്റ് കഴിയുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും അവർ ആക്സസ് തന്നിരിക്കും റൂമിൽ പോകാണ്ട്. ഇവിടെ നമ്മൾ കീ വെച്ച് പ്രസ് ചെയ്താലേ നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്കും റൂമൊക്കെ അലൗഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും സെക്യൂരിറ്റിയാണ്. ഇങ്ങനത്തെ ഹോട്ടലിലൊക്കെ നോക്കുമ്പോഴുള്ള സെക്യൂരിറ്റിയാണ്. പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റൂമിലേക്ക് കയറി വരാൻ പറ്റില്ല. ഐ തിങ്ക് ദിസ് ഈസ് എക്സിക്യൂട്ടീവ് ലോഞ്ച്. ഞാൻ ആക്സസ് ചോദിച്ചു, എൻ്റെ റൂമിൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, റൂം ഈസ് റെഡി. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 hours എക്സിക്യൂട്ടീവ് ലോഞ്ച് നിങ്ങൾക്ക് അവർ മെൻഷൻ ചെയ്ത് ഇവിടെ കാണാം. പക്ഷേ ഞാൻ മുന്നേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിലില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അപ്ഗ്രേഡേഷൻ ആയിട്ട് കിട്ടിയതല്ല എക്സിക്യൂട്ടീവ് റൂം. അപ്പം അങ്ങനെ ഉണ്ടാവില്ല. ഓൾറെഡി അത് പൈസ കൊടുത്ത് അങ്ങനെ ആൾക്കാർക്ക് എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ നോർമലി നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് തന്നെ നമുക്ക് സാധാരണ എല്ലാ ഹോട്ടലും നമുക്ക് അങ്ങനെ ചെയ്ത് തരാറുണ്ട്. ഇവരങ്ങനെ തന്നില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, റൂമൊക്കെ തിരിച്ചു പോവാം. റൂം മാറിപ്പോയി. അയ്യോ, നമ്മളെ റൂം അവിടെ, സോറി, മാറിപ്പോയി. റൂം മാറിപ്പോയി. ഷിറ്റ്. എവിടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറിപ്പോയി. എല്ലാ കോമഡി ആയിരുന്നു. വേറെ ആരെങ്കിലും തുറന്നിരുന്നെങ്കിൽ. എന്തായാലും നമുക്ക് റൂം പോവാം. ഓക്കെ, അങ്ങനെ കുളിച്ച് ഫ്രഷായി എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയി, എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മളെ പ്ലാനും അതേപോലെ തന്നെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ ബുക്ക് ചെയ്ത് കാര്യം ജസ്റ്റ് പറഞ്ഞു പോയതല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്കോക്ക് പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ കുറഞ്ഞ പാക്കേജ് ഉണ്ടാവാം, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ സീസൺ ടൈമിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും റേറ്റ് ഞാൻ കണ്ട് പാക്കേജിൽ. പിന്നെയുള്ള പാക്കേജ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും കൂടി പോണ പാക്കേജ് അല്ലേ, അത് ആകുമ്പോൾ നമുക്ക് കപ്പിൾ പ്രൈവസി കിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കപ്പിൾസായിട്ട് വിത്തൗട്ട് പാക്കേജ് എങ്ങനെ പോകാമെന്നുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത് റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതാത് ഫ്ലൈറ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യണം നല്ലത്. പ്രത്യേകിച്ച് ഈ കണക്ഷൻ ഫ്ലൈറ്റിനുള്ള ആൾക്കാർ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ഡിലായി, സെക്കൻഡ് ഫ്ലൈറ്റ് മിസ്സായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ തേർഡ് പാർട്ടി ആപ്പ് വെച്ച് ബുക്ക് ചെയ്താണ് നമുക്ക് ചിലപ്പോൾ എന്താ അതിനെ കുറിച്ചുള്ള കോമ്പൻസേഷൻ കിട്ടാൻ ചിലപ്പോൾ ചാൻസ് കുറവാകും. ചിലപ്പോൾ അവർ അങ്ങനെ നമ്മളെ ഡിലേ ആക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ നിന്ന് എന്ന് വെച്ചാൽ എയർ ഇന്ത്യൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇൻഷുറൻസ് കൊടുത്തിക്കണം. എന്തെങ്കിലും 6 hours പ്ലസ് ഡിലേ ആവുകയാണെങ്കിൽ $1000 അങ്ങനെയൊക്കെ ഇൻഷുറൻസിൻ്റെ പാക്കേജിൽ കാണാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബേസായി ഇൻഷുറൻസ് ഞാൻ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതായി, ഫ്ലൈറ്റ് ടിക്കറ്റായി, ഇൻഷുറൻസായി. നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ ബുക്കിംഗ് ആണ്. ഞാൻ ചെയ്യണത് 30-ാം തീയതി അവിടെത്തും, അന്നൊരു ഹോട്ടലിലേക്ക് നിൽക്കണം. എന്നിട്ട് നാളെ 30-ാം തീയതി എന്ത് ചെയ്യണം, അന്നൊരു ഹോട്ടലിൽ ഞാൻ നിൽക്കണം. അത് ഞാൻ ബുക്ക് ചെയ്തിരിക്കണം. അത് കാരണം ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് ഹോട്ടലൊക്കെ നല്ല റേറ്റാണ്. 2000 രൂപ നോർമലി ഹോട്ടൽ റേറ്റ് വരുന്നത് 20,000 രൂപയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ടൽ ബുക്കിംഗ് ചെറിയൊരു ഹോട്ടൽ എടുക്കണം. കാരണം നമ്മൾ എന്തായാലും കുറച്ച് ടൈമേ ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ടൈം പുറത്ത് കറങ്ങാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഫുക്കറിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുത്ത് വെച്ചിരിക്കണം. അത് 31-ാം തീയതി രാത്രി പോയി, അതേപോലെ തന്നെ 3-ാം തീയതി രാവിലെ റിട്ടേൺ. പിന്നെ 3-ാം തീയതി ടു 4-ാം തീയതിക്കുള്ള ഒരു ഹോട്ടൽ, അതൊരു അത്യാവശ്യം പ്രീമിയം ലെവൽ ഹോട്ടൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഞാൻ കാണിച്ചു തരാം, ഫ്യൂച്ചറിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ കാര്യം, 5-ാം തീയതിയാണ് റിട്ടേൺ. അപ്പോൾ 4-ാം തീയതി ടു 5-ാം തീയതി വേറൊരു ഹോട്ടൽ സുഖംവിത്തിൽ ഞാൻ എന്ത് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടി-ഡാക് ഫോം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ടി-ഡാക് ഫോം നമ്മൾ വരുന്നതിന് 3 ദിവസം മുമ്പേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു QR കോഡ് കിട്ടും, അത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഏറ്റവും നല്ല പ്രിൻ്റ് എടുത്ത് വെക്കണം, അത് കയ്യിൽ വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കൊക്കെ പോകാനായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു $1000 കയ്യിൽ വെച്ചിരിക്കണം. ഞാൻ അന്വേഷിച്ചപ്പോൾ 10,000 ബാത്ത്, 500 ബാത്ത്, അല്ല $500 എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ, കുറേ ആൾക്കാർ പല രീതിയിലാണ് പറയണത്. പിന്നെ ഇപ്പോൾ അടുത്തൊരു യൂറോപ്യൻ ലേഡീൻ്റെ ഒരു ഫോറിൻ ലേഡീൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്. അത് അവരെ എന്താണ് ഇമിഗ്രേഷനിൽ തടഞ്ഞു വെച്ച് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊന്ന് റിസ്ക് വരുത്തുക. ഞങ്ങളൊരു $1000 കയ്യിൽ എന്തായാലും വെച്ചിക്കണം. അതാണ് ഏറ്റവും ബെറ്റർ. ഡോളറാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതാണ് ഡോളർ കയ്യിൽ വെച്ചിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിലുണ്ടാവണം. ടി-ഡാക്, റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൈസ നമ്മൾ അവിടെ ചിലവാക്കാനും എല്ലാത്തിനും കൂടെ കുറച്ച് പൈസ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ വരെ ഉണ്ടായത്. ഇന്നത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ രാവിലെ 7:50 ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തണം. ഏകദേശം 4 മണിക്കൂർ യാത്ര ഉണ്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ അത്ര രാത്രി ഈ എന്നെ കൊടുന്നാക്കി തരുന്ന ആൾക്കാർ ഉറക്കം പോവും, നമ്മൾ ഉറക്കം പോവും, വെറുതെ അതിന് റിസ്ക് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 29-ാം തീയതി to 30-ാം തീയതിക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്യുക. 1000 രൂപ ഹോട്ടലും 2000 രൂപ ഹോട്ടലൊക്കെ നമ്മൾ ഈ കൊച്ചി എയർപോർട്ടിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്. ഞാൻ മാരിയോട്ടിൻ്റെ സിൽവർ റെയിൽ മെമ്പറാണ്. എനിക്ക് അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, പോയിന്റ്സ് ഏൺ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കോട്ടയാട് ബൈ മാരിയോട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണിത്. ഇത് ഞാൻ ബുക്ക് ചെയ്ത്. ഇതിൽ നമുക്ക് അതിൻ്റേതായ പ്രൈവറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർ 5 മണിക്ക് എന്നെ എന്ത് ചെയ്യും, എയർപോർട്ടിൽ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. അത് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്ത്, അവർ ഓൾറെഡി എൻ്റെ ബുക്കിങ്ങിലുള്ളതാണ് എയർപോർട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാര്യം. അത് അവരെന്ത് ചെയ്യും, എനിക്ക് ചെയ്തു തരും. പിന്നെന്താ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലാണ്. എല്ലാ സർവീസും കാര്യങ്ങളുണ്ട്. 5 സ്റ്റാർ ആണ്. കോട്ടയാട് 5 സ്റ്റാർ ഉണ്ടാവും. എന്താ പറയുക, പൂൾ വ്യൂ റൂമാണ്, ഒരു എൻഹാൻസ് അപ്ഗ്രേഡേഷൻ തന്ന്. പിന്നെ അതേപോലെ തന്നെ ജിമ്മുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഫാമിലി വന്നിട്ട് റിലാക്സ് ചെയ്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളെ ജെറ്റ് ലാഗ് വരും. നാളെ ഉറക്കുണ്ടാവില്ല, ഇന്നും ഉറക്കുണ്ടാവില്ല. അതിന് ഞാൻ നിന്നിട്ടില്ല. നമ്മൾ ട്രിപ്പ് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് പോകണമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾക്കും ഫാമിലി വരുമ്പോൾ ഒരു ദിവസം ഇവിടെ വേറെ ഹോട്ടലൊക്കെ, താജിൻ്റെ ഒരു ഹോട്ടലുണ്ട്, ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. ഇവിടെ നിന്ന് പോകണം ഏറ്റവും ബെറ്റർ. മെയിൻലി ഇങ്ങനെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ. മറ്റേത് രാത്രി അവിടുന്ന് തിരൂരിന്ന് പോകുന്ന ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആകെ ക്ഷീണിക്കൂല. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വരെ സംഭവിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ തിരൂരിന്ന് റെയിൽവേയിൽ, അതെന്താ എറണാകുളം സൗത്ത് വരെ വന്ദേ ഭാരതിലാണ് വന്നത് 9:20. അത് ഏകദേശം ഒരാൾക്ക് 300 സംതിങ് റുപ്പീസ്, 700 രൂപ രണ്ടാൾക്ക് വന്നത് ഇവിടെ എറണാകുളം സൗത്ത് വരെ. പിന്നെ എറണാകുളം സൗത്ത് നിന്ന് മെട്രോ എടുത്ത് ലുലു പോയി. ലുലുന്ന് എന്ത് ചെയ്ത് പർച്ചേസ് കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ഒരു 4 hours ലുലുവിൽ കറങ്ങിയ ശേഷം എന്ത് ചെയ്ത് ലുലുന്ന് ആലുവയ്ക്ക് മെട്രോന്ന് എന്ത് ചെയ്ത് ഊബർ എടുത്ത് ഹോട്ടലിലേക്ക് വന്ന്. ഞാൻ ഡയറക്റ്റ് ലുലുന്ന് ഹോട്ടലിലേക്ക് ഊബർ നോക്കിയപ്പോൾ ഏകദേശം 700 സംതിങ് കാണിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്ത് 80 രൂപ ഉള്ളു രണ്ടാൾക്ക് ഇരുന്ന് വന്ന് ആലുവറ്റ മെട്രോയിൽ കൊച്ചി ലുലുന്ന് എന്ത് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് 200 സംതിങ് രൂപ ഹോട്ടലിലേക്ക്. അപ്പോൾ ഏകദേശം 300 സംതിങ് രൂപക്ക് കാര്യം കഴിഞ്ഞ്. മറ്റേതാകുമ്പോൾ 400 രൂപ എക്സ്ട്രാ കൊടുക്കണം. അവിടെ നിന്ന് ഇരുന്ന് വരാം. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയത്. മെട്രോ കുറേ കാലം മെട്രോയിലേക്ക് കയറിയിട്ട്, അപ്പോൾ മെട്രോ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇന്ന് വരെ സംഭവിച്ചു. ഇന്ന് രാത്രി ഡിന്നർ മേ ബി കഴിക്കും. നാളെ ഏർലി മോർണിംഗ് 5 o'clock ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ആവും. നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളും, ലോഞ്ച് ആക്സസും, എങ്ങനെ ലോഞ്ച് ആക്സസ് നമുക്ക് കിട്ടിയെന്നുള്ളതും ഞാൻ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിരുന്നു ലോഞ്ച്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ കാർഡാണ് ഹോട്ടൽ നമുക്ക് എന്ത് ചെയ്യുക ലോഞ്ച് ആക്സസിന് പറ്റണത്, എങ്ങനെയൊക്കെ ലോഞ്ച് ആക്സസ് ചെയ്യുക. കാരണം ഈ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ലോഞ്ച് എന്ന് പറഞ്ഞത്. നമുക്ക് റീഫ്രഷ് ചെയ്യാൻ എല്ലാ കാര്യത്തിനും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ ബോംബെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എങ്ങനെ എയർ ഇന്ത്യൻ്റെ സിൽവർ റെയിൽ മെമ്പറാണ് ഞാൻ. എലൈറ്റ് സ്റ്റാറ്റസ്, അതെ സിൽവർ റെയിൽ സ്റ്റാറ്റസ്. അതിൻ്റെ ഗുണം എന്താ പറഞ്ഞാൽ പ്രയോറിറ്റി ബോർഡിങ്, പ്രയോറിറ്റി ചെക്കിങ്, പിന്നെ 5 കിലോഗ്രാം വെയിറ്റ് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ നമുക്ക് കിട്ടാം, അതേപോലെ തന്നെ എങ്ങനെ മാരിയോട്ട് ബോൺവോയിൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു നൈറ്റ് എങ്ങനെ കിട്ടാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നാളെ പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഹോട്ടലിലെ ജിമ്മും പൂളൊക്കെ ഒന്ന് പോയി എൻജോയ് കിട്ടുമല്ലോ. ജിമ്മ് പോവാം ആദ്യം. ഓക്കെ,
സീറോയിലാവണം. സീറോയിലാണ് കണ്ടത്. അപ്പം നൈറ്റ് ലോഞ്ച് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയേക്കാം, പൂൾ സൈഡും പോയേക്കാം. യെസ്, പൂളിൽ ആരും ഇല്ല, ആകെ 2 ആളായിട്ടുള്ളൂ പൂളിൽ. കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഇവിടെ പടക്കം പൊട്ടുണ്ടല്ലോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റ് ഏരിയ പോയേക്കാം. അവിടെ ഇപ്പോൾ ഡിന്നർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഏരിയയിൽ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഈവനിങ് വന്ന് കോഫിയോ കാര്യങ്ങളൊക്കെ വലിക്കുക. ഫുള്ള് ആരും ഇറങ്ങിയതായി കാണില്ല, ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഗസ്റ്റ്. ജിം ഓപ്പൺ ആണ്. ഓ, അവിടെ എന്തൊക്കെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പോയോക്കാം നമുക്ക് അവിടെ നിന്ന്. എന്തായാലും ജിമ്മിൻ്റെ എൻട്രൻസ് ഇങ്ങനെ തന്നെ ആവുകയല്ലേ, ആണാവോ? ഇത് വേറെന്തോ ആണല്ലോ. ഇത് ഐ തിങ്ക് വാഷ്റൂമാണെന്നാണ് തോന്നണത്. ജിമ്മുക്കുള്ള എൻട്രൻസ് എവിടെയാണാവോ? നോക്കാം, തപ്പിപ്പിടിക്കാം. എനിക്ക് തോന്നണേ ലോബിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആണുള്ളത്. ഇവിടെ എന്തൊക്കെയോ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജിമ്മിനുള്ളിൽ. എൻട്രൻസ് ഇപ്പോൾ ഉണ്ടാവോ? എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പം എങ്ങനെ ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞാൽ, ഇത് പോർട്ട് മുസിരിസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്താണ് നമ്മൾ നിങ്ങളുടെ കോട്ടയാട് ബൈ മാരിയോട്ട്. അപ്പോൾ അവിടെ ജിമ്മിൻ്റെ മെയിൻ്റനൻസ് നടക്കണമുണ്ട്. അവിടെ നിന്ന് കാറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോർട്ട് മുസിരിസ് എന്ന് വെച്ചാൽ 2 മാരിയോട്ടിൻ്റെ ഹോട്ടലാണല്ലോ, നമ്മൾ ഇവിടെ കൊടുന്നാക്കി തരും. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ജിമ്മ് കളിച്ചിട്ട് നെക്സ്റ്റ് ഒരു 1 അവറിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ച് ഇവരുടെ വണ്ടിയിൽ എന്ത് ചെയ്യും, നമ്മളെ കോട്ടയാട് ബൈ മാരിയോട്ട് ആക്കി തരും. എന്തായാലും 2 ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ലോഞ്ചും കെറ്റിൽ ടീ ലോഞ്ച് എവറിത്തിങ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കീ കിട്ടി. കാരണം ഇവിടുത്തെ ഗസ്റ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഇവിടുത്തെ ജിമ്മും കാര്യങ്ങളൊന്നും യൂസ് ആക്കാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ഇവിടുത്തെ കീ അവർ തന്ന് ഫിറ്റ്നസ് യൂസ് ആക്കാൻ മാത്രമായിട്ട്. ഇതാണ് ഇങ്ങനത്തെ 5 സ്റ്റാർ അതേപോലെ ഇൻ്റർനാഷണൽ ചെയിൻ യൂസ് ആക്കുമ്പോഴുള്ള സ്റ്റേ ആക്കുമ്പോഴുള്ള ഗുണം അതാണ്. നമുക്ക് എല്ലാ സർവീസും ഉണ്ടാവും. പണ്ടില്ല അവിടെ ജിമ്മ് മെയിൻ്റനൻസ് ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ കിട്ടി. അതാണ് ഇവിടുത്തെ ഗുണങ്ങൾ. അത് ഇൻ്റർനാഷണൽ ചെയിനിൻ്റെ ബുക്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ അതാണ്. എന്തായാലും ഞാൻ 1 അവർ ജിമ്മ് നോക്കാം. എന്തായാലും കോട്ടയാട് ബൈ മാരിയോട്ട് ജിമ്മ് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ഇവിടുത്തെ ജിമ്മ് എന്തായിരുന്നു എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ യെസ് ഫിറ്റ്നസ് സെൻ്റർ. ഐ തിങ്ക് ദിസ് ഈസ് ദെയർ പൂൾ. അവരുടെ പൂള് ഇവിടെയാണെന്ന് നമ്മൾ അലൗഡ് അല്ല, കാരണം നമ്മളിവിടുത്തെ ഗസ്റ്റ് അല്ലല്ലോ. നമുക്ക് വേണ്ട, നമുക്ക് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ആക്കാം. ഓക്കെ, ഇവിടെ കാർഡ് ടാപ്പിംഗ് ഉണ്ട്. യെസ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ട്രെഡ്മിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതെന്തായാലും നല്ലൊരു ഹോട്ടലാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് കണ്ടിട്ട് ജിമ്മ് കളിക്കണമെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നമുക്ക് ചിലപ്പോൾ റൂമൊന്നും കാണാൻ പറ്റുന്നുണ്ടാവാം, മേ ബി അറിയില്ല. അതിൻ്റെ റൂം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നോക്കണം. ഓക്കെ, എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ഇവിടെ നമുക്ക് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിൽ നമുക്ക് റൺവേ കാണാം കേട്ടോ. ഇവിടെ നമുക്ക് റൺവേ കാണാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. അതാ പോണേ, ഫ്ലൈറ്റ് അതാ പോണേ. ഞങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ജിമ്മത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മാക്സിമം 14 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ട്. 2.5 കിലോഗ്രാം തൊട്ടിട്ട് 14 കിലോഗ്രാം വരെ. അതൊക്കെ മതിയാവും ഇങ്ങനെ ട്രാവലിങ്ങിലൊക്കെ നമുക്ക് അത്യാവശ്യം വാമപ്പും വർക്കൗട്ടൊക്കെ ചെയ്യാൻ. പിന്നെ 2 ട്രെഡ്മില്ല് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്, സൈക്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, എനിവേ കുഴപ്പമൊന്നുമില്ല. 10 ഔട്ട് ഓഫ് 10 ജിമ്മ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ അല്ല, അവരത് മെയിൻ റോട്ടിൽ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫോർട്ട് മോസിരിസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. തിരിച്ച് കോർട്ട്യാർഡ് ബൈ മൈറോട്ടേക്ക് പോവാം. ഫോർട്ട് മോസിസിൻ്റെ കാറിൽ. ഓക്കെ, പോവാം. ഓക്കെ, താങ്ക് യു. ഐസ് റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.